എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നിരവധിയായിട്ടുള്ള മഹാപുരുഷന്മാരുടെ പാദസ്പർശം ഉണ്ടായിട്ടുള്ള മണ്ണാണ് ഭാരതം. അതുതന്നെയാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ വൈശിഷ്ട്യവും. നമുക്ക് വലിയൊരു ഗുരുപരമ്പരയുണ്ട്. മഹാദേവനിൽ തുടങ്ങി ശങ്കരഭഗവത്പാദർ, നിരവധിയായിട്ടുള്ള മഹാത്മാക്കൾ ഉൾപ്പെടുന്ന വലിയൊരു ഗുരുപരമ്പര ഉള്ള ഒരു മഹാരാജ്യമാണ് ഭാരതം. അതിൽ തന്നെ പല മഹാപുരുഷന്മാരും ഭഗവാന്റെ അവതാരങ്ങളായിട്ടാണ് സങ്കല്പിക്കുന്നത്. അങ്ങനെ ഭഗവാൻ നാരായണന്റെ അവതാര സങ്കല്പത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന പ്രധാനപ്പെട്ട 2 ഋഷിമാരുടെ കഥയാണ് ഇന്നത്തെ കഥയമമ്മയിൽ നമ്മൾ സംസാരിക്കുന്നത്. നാരായണ ഋഷിയും നര ഋഷിയും, അല്ലെങ്കിൽ നരനാരായണന്മാരെ കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വിഷയം. ആരാണ് നരനാരായണന്മാർ? ഉറപ്പായും അവർ ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയായിരുന്നു. എങ്ങനെയാണ് അവരുടെ അവതാരം ഉണ്ടായതെന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം. ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ നിന്ന് ധർമ്മമൂർത്തി ജനിച്ചു എന്നാണ് ധർമ്മദേവൻ. ആ ധർമ്മദേവൻ പ്രജാപതിയായിട്ടുള്ള ദക്ഷന്റെ മക്കളെ വിവാഹം കഴിച്ചു. അതിൽ മൂർത്തി എന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ രുചി എന്ന് പേരോട് കൂടിയിട്ടുള്ള രാജകുമാരിയിൽ അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടായി. ഒരാളുടെ പേര് ഹരി, രണ്ടാമത്തെ ആളുടെ പേര് കൃഷ്ണൻ, മൂന്നാമത്തെ ആളുടെ പേര് നരൻ, 4ാമത്തെ ആളുടെ പേര് നാരായണൻ. ഇങ്ങനെയായിരുന്നു 4 ഋഷിമാർ. ഈ 4 ആളുകളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ആദ്യത്തെ 2 പേരും ഇരട്ടകളാണ്. അവർക്ക് എപ്പോഴും യോഗാഭ്യാസങ്ങളോടായിരുന്നു താല്പര്യം. എന്നാൽ അവസാനത്തെ 2 പേരായിക്കോട്ടെ, അവർക്ക് എപ്പോഴും തപസ്സിനോടായിരുന്നു താല്പര്യം. ഇങ്ങനെ 2 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിട്ട് അവർ മാറി. എന്നാൽ 2 പേർക്കും പരസ്പരം പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ആത്മബന്ധം ഇവർ തമ്മിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൽ ഈ നരനാരായണ ഋഷിമാരാണ് തപസ്സിന് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതകാലത്തിൽ വലിയൊരു വിഭാഗം സമയവും തപസ്സിനായിട്ട് ചെലവഴിച്ചത്. അവർ 1000 വർഷം ബദരാശ്രമത്തിൽ പോയി തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ വന്ന് അവരിങ്ങനെ തപസ് ചെയ്യുന്ന സമയത്ത് ആളുകളൊക്കെ തപസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരാളുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് ദേവേന്ദ്രൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആര് തപസ് ചെയ്യുന്നത് കണ്ടാലും അയാൾക്ക് ഇന്ദ്രപദവി കിട്ടുമെന്നാണ് ഭയം. അപ്പം അതുകൊണ്ട് നരനാരായണ ഋഷിമാർ തപസ് ചെയ്യുന്ന കണ്ടപ്പോൾ ദേവേന്ദ്രന് തോന്നി, ഇനിയിപ്പോൾ ഇവർ ഇന്ദ്രപദവി മോഹിച്ചുകൊണ്ടായിരിക്കുമോ തപസ് ചെയ്യുന്നതെന്ന്. അവരുടെ തപസ്സിനെ വിഘ്നം വരുത്താനായി കാമദേവനെയും വസന്തത്തെയും അപ്സരസുകളെയും നരനാരായണ ഋഷിമാരുടെ അടുത്തേക്ക് അയച്ചു ദേവേന്ദ്രൻ എന്നാണ് കഥയിൽ പറയുക. എന്നാൽ ദേഹാഭിമാനമില്ലാതിരുന്ന എല്ലാ തരത്തിലുള്ള ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള ശേഷിയുണ്ടായിരുന്ന, ഭഗവാന്റെ സ്വരൂപം തന്നെ ആയിട്ടുണ്ടായിരുന്ന നരനാരായണ ഋഷിമാരുടെ തപസ്സിന് വിഘ്നം വരുത്താൻ ദേവേന്ദ്രന്റെ ഒരു സന്നാഹത്തിനും സാധിച്ചില്ല. അങ്ങനെ ആ സമയത്ത് നരനാരായണ ഋഷിമാർ ദേവേന്ദ്രനോട് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ചാലൊന്നും ഞങ്ങളുടെ ഈ തപസ്സിനെ തടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ കരുതുന്നത് പോലെ ഞങ്ങൾക്ക് ഇന്ദ്രപദവിയിൽ താല്പര്യവുമില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അത്രേ അദ്ദേഹം തൻ്റെ തപശക്തിയിൽ നിന്ന് ഉർവശിയെ ജനിപ്പിക്കുന്നതും അദ്ദേഹത്തിന് സ്വർഗത്തിലേക്ക് പോകാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്യുന്നത്. അത്രയധികം തപശക്തിയുള്ള ആളുകളായിരുന്നു നരനാരായണ ഋഷിമാർ. അവരിൽ നരനും നാരായണനും പല സമയത്തും വീണ്ടും അവതാരങ്ങൾ എടുത്തതായിട്ട് പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായി നമുക്കറിയാവുന്ന അവതാര സങ്കല്പങ്ങളാണ് സാക്ഷാൽ കൃഷ്ണനും അർജുനനും. അത് നാരായണ ഋഷിയുടെയും നര ഋഷിയുടെയും അവതാരങ്ങളായിട്ടാണ് കൃഷ്ണാർജുനന്മാരെ കാണുന്നത്. നാരായണനായിട്ട് കൃഷ്ണനും, അതുപോലെ തന്നെ നരനായിട്ട് അർജുനനും. എങ്ങനെയായിരുന്നു അവരുടെ പൂർവ്വജന്മത്തിൽ, അതുപോലെ തന്നെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ദ്വാപരയുഗത്തിലും അവരുടെ ജീവിതം. എപ്പോഴും ഒരുമിച്ച്, സദാസമയവും അവരുടെ പരസ്പരമുള്ള ബന്ധം കൂടുതൽ ദൃഢമായിക്കൊണ്ടിരുന്നു. എല്ലാ സമയത്തും എപ്പോഴും ഒരുമിച്ച് താമസിക്കാനും ഒപ്പം കഴിയാനും, ഒരാൾക്ക് മറ്റൊരാൾ എത്രത്തോളം ജീവനാണോ ആ ഭാവത്തിൽ സങ്കല്പിക്കാനും 2 പേർക്കും സാധിച്ചു എന്നാണ്. അങ്ങനെ നരനാരായണന്മാർ തന്നെയാണ് കൃഷ്ണാർജുനന്മാരായിട്ട് ജനിച്ചത് എന്ന് ആദ്യം കൃഷ്ണാർജുനന്മാരോട് പറയുന്നത് അഗ്നിദേവനാണ്. ഗാണ്ഡവ വനം ദഹിപ്പിക്കുന്ന സമയത്ത് അഗ്നിദേവൻ പറയുന്നുണ്ട്, പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ അസുഖം മാറാൻ നരനാരായണ ഋഷിമാർ ദ്വാപരയുഗത്തിൽ നിങ്ങൾ 2 പേരുമായിട്ട് അവതരിക്കും. നിങ്ങളുടെ കൃപ കൊണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു പണ്ട് മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്ന് അഗ്നിദേവൻ അനുസ്മരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ സന്താന ഗോപാലം കഥ പറയുന്ന സമയത്ത് ബ്രാഹ്മണന്റെ മരിച്ചുപോയ 10 കുട്ടികളെ വീണ്ടെടുക്കാനായി കൃഷ്ണനും അർജുനനും കൂടെ വൈകുണ്ഠത്തിൽ ഭഗവാൻ നാരായണനെ കാണാൻ പോകുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട്. അവിടെ വെച്ച്
നാരായണൻ കൃഷ്ണാർജുനന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളും ഞാനും തമ്മിൽ ഭേദഭാവമില്ല. എൻ്റെ അവതാരമായിട്ടുള്ള നരഋഷിയും നാരായണ ഋഷിയുമാണ് നിങ്ങൾ രണ്ടുപേരും. അന്ന് അവർ ധർമ്മം പുനഃസ്ഥാപിച്ചു, ഇന്ന് നിങ്ങൾ ധർമ്മം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരൂ എന്ന് നാരായണൻ കൃഷ്ണനോടും അർജുനോടും പറയുന്നതും നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. അപ്പം നരഋഷിയും നാരായണ ഋഷിയും തന്നെയാണ് കൃഷ്ണാർജുനന്മാർ എന്ന് മനസ്സിലാക്കുക. സദാസമയവും അവരെ സ്മരിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ സങ്കല്പിക്കുന്നത് ഭാരതത്തിലെ മുഴുവൻ ഋഷി പരമ്പരയെ തന്നെയാണ് എന്നാണ്. നരഋഷിയും നാരായണ ഋഷിയും ദൃഷ്ടാക്കളായിട്ടുള്ള മന്ത്രങ്ങൾ ഒരുപാട് നമ്മളുടെ മന്ത്രപാരമ്പര്യത്തിലുണ്ട്. അവരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾക്ക് പരിമിതിയില്ല. അവരിലൂടെ നമ്മൾക്കുണ്ടായിട്ടുള്ള ധർമ്മ സംരക്ഷണത്തിൻ്റെ പാരമ്പര്യം വളരെ വലുതാണ്. ഇങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും നരനാരായണന്മാർ എന്ന് പറയുന്നത് നമ്മളുടെ പൈതൃകത്തിൻ്റെ പ്രതീകമാണ്. അവരുടെ കേന്ദ്രമായിട്ടാണ് ബദരിയാശ്രമത്തെ നമ്മൾ കാണുന്നത്. കേദാർനാഥ് ഉൾപ്പെടെയുള്ള പല ക്ഷേത്രങ്ങളുടെയും പിറവിക്ക് പിന്നിലും അവരുടെ ഇടപെടലുണ്ടായിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും ആ പാരമ്പര്യം ഇന്നും ഭാരതത്തിൽ സജീവമായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ദിവ്യപുരുഷന്മാരായിട്ടുള്ള നരനെയും നാരായണനെയും നമുക്ക് നമ്മളിൽ തന്നെ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു കഥയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.